ബേപ്പൂർ തുറമുഖത്തെ തൊഴിൽ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. പ്രശ്നപരിഹാരത്തിന് തൊഴിലാളികൾ സമരേതര മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് MDC നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ബേപ്പൂർ തുറമുഖത്തെ ചുമട്ടുതൊഴിലാളികൾ കൂലി വർധന ആവശ്യപ്പെട്ട് പോർട്ട് ഓഫീസർക്കും ലേബർ ഓഫീസർക്കും ചരക്ക് ഏജന്റ് കൂട്ടായ്മയായ സവാസ്ക പ്രതിനിധികൾക്കും നൽകിയ നിവേദനത്തിൽ തീരുമാനമാകാത്തതിനെ തുടർന്ന് ചരക്കുനീക്കം നിലച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് തൊഴിൽ വകുപ്പ് മന്ത്രി, തുറമുഖ വകുപ്പ് മന്ത്രി, ടൂറിസം മന്ത്രി എന്നിവർക്ക് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് ഷവലിയർ C. ചാക്കുണ്ണി, രക്ഷാധികാരി A. ശിവശങ്കരൻ എന്നിവർ ചേർന്ന് നിവേദനം നൽകി. യഥാസമയം ചർച്ചകൾ വഴി ഇത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ചരക്കുനീക്കം നിലയ്ക്കുമായിരുന്നില്ല എന്നും അവർ പറഞ്ഞു. നമ്മുടെ ബാർജുകളും ഉരുക്കളൊക്കെ ബേപ്പൂർ വിട്ടൊഴിയുന്ന സാഹചര്യത്തിരിക്കുന്നത്. ഈ സമരം വൈകി തീർന്നാൽ ഇതൊക്കെ തിരിച്ചു വരുന്ന കാര്യത്തിൽ വളരെയധികം ആശങ്കയുണ്ട്. ഈ കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിച്ച് എത്രയും വേഗം സമരം ചർച്ചകൾ പെൻഡിങ് വെച്ച് തൊഴിലാളി സമരത്തിന് പിന്മാറുകയും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിശോധിച്ച് തീരുമാനിക്കാൻ അവകാശം നൽകുകയും വേണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ കോഴിക്കോട് വലിയങ്ങാടിക്ക് സംഭവിച്ച ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. നിരന്തര സമരങ്ങളുടെ പേരിലാണ് കോഴിക്കോട് വലിയങ്ങാടി നിന്ന് വളരെ ശോഷിച്ചിരിക്കുകയാണ്. ആ അനുഭവം വരാതിരിക്കാൻ വേണ്ടി എത്രയും വേഗം പണിമുടക്ക് പിൻവലിച്ച് തൊഴിലാളി സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. എത്രയും വേഗം ഈ പ്രശ്നം രമ്യമായി ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ഇടപെടണമെന്നും കയറ്റുമതി ഇറക്കുമതി രംഗത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ചരക്ക് നീക്കത്തിന്റെ സ്തംഭനം ഒഴിവാക്കാനായി തൊഴിലാളികൾ മതേതര മാർഗം സ്വീകരിക്കണമെന്നും പ്രസിഡന്റും രക്ഷാധികാരിയും അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദർശനം ഗ്രന്ഥാലയത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ശുദ്ധഗ്രാമം പരിപാടി നടന്നു. സ്വച്ഛത ഹി സേവ